പണ്ടേ ഇവർ ചോദിക്കാറുണ്ട് ഈ ചോദ്യം, എന്ത് യാ ഇബാദല്ലാ എന്നില്ലേ? അമറിയ ഹാജറ ബീവി, ആ ഹാജറ ബീവി ഇതാ ആ സഭയുടെയും മറുവയിൽ ഇടപെടപ്പെട്ടപ്പോ ജിബ്രീൽ അവിടെ വന്ന് നിന്നപ്പോ അയ്സ് അയ്സ് എന്ന് ചോദിച്ചില്ലേ? അയ്സ് അയ്സ് എന്ന് ചോദിച്ചില്ലേ? അന്ന് മുതൽ മുജാഹിദിൽ മറുപടി പറയാം. വീണ്ടും ഇവർ ചോദിക്കും, സുലൈമാൻ നബിയുടെ മുന്നിൽ ജിന്നുകൾ ഉണ്ടായിരുന്നില്ലേ? സുലൈമാൻ നബി ചോദിച്ചില്ലേ അവരോട്, അയ്യുക്കും യഅ്തീനി ബി അർശിഹാ, ആരാണ് അർശിങ് കൊണ്ടുവരിക എന്ന് ചോദിച്ചില്ലേ? ഇവർ പണ്ടേ ചോദിക്കണേ. അന്ന് മുതൽ മുജാഹിദിൽ മറുപടി വരുന്നുണ്ട്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മാത്രല്ല, അന്ന് ശബാബിൽ ഒന്നൊരു ചോദ്യമുണ്ട്, ഇതേ ചോദ്യം തന്നെ. 1983 ആ കാലയളവ്, 90 ഇടയിലുള്ള കാലയളവിൽ ശബാബിൽ വന്ന ചോദ്യം. ആ ചോദ്യോത്തരം തൗഹീദ്, പ്രാർത്ഥന, തൗഹീദ്, ചോദ്യങ്ങൾക്ക് മറുപടി എന്ന യുവത പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം ഇപ്പോഴും വിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടുന്ന പുസ്തകം നിങ്ങൾ വായിച്ചു നോക്കുക, അവിടെയുണ്ട്. ഇത് ഈ വാചകം കേട്ടോളൂ. ജിന്നുകൾ അള്ളാഹുവിൻ്റെ അടിമകളാണ്. ഖുറാഫിയുടെ ചോദ്യത്തിന് മറുപടി പറയാം. ജിന്നുകൾ അള്ളാഹുവിൻ്റെ അടിമകളാണ്. അവരുടെ അസ്തിത്വത്തെയോ കഴിവുകളെയോ സംബന്ധിച്ച് വിശദ വിവരങ്ങൾ ഖുർആനിലോ പ്രാമാണികമായ ഹദീസിലോ ഇല്ല. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജിന്നുകളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിരുന്നു. അവരോട് പല കാര്യങ്ങളും ആവശ്യപ്പെട്ടിരുന്നു. ഇനി അടുത്ത വാചകം കേട്ടോ. എന്നാൽ അദ്ദേഹം ജിന്നിനോട് പ്രാർത്ഥിച്ചുവെന്ന് ഖുർആനിലോ ഹദീസിലോ പറഞ്ഞിട്ടില്ല. ഇനി അടുത്ത വാചകം കേട്ടോ. അതുപോലെ വിജന പ്രദേശത്ത് ഉണ്ടായേക്കാൻ ഇടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. ഇത് ശബാബിനും കൃത്യമായി മുമ്പെഴുതിയതാ. ആ ചോദ്യോത്തരം തന്നെ യുവത പ്രസിദ്ധീകരിക്കുന്ന പ്രാർത്ഥന തൗഹീദ് ചോദ്യങ്ങൾക്ക് മറുപടി ഇന്നും ബുക്ക് സ്റ്റാളിൽ ചെന്നാൽ കിട്ടും. അതിൽ വരെ മുജാഹിദുകൾ കൃത്യമായി പറഞ്ഞു പഠിപ്പിച്ച ആശയം ഇത്. പണ്ടേക്ക് പണ്ടേ മുജാഹിദുകൾ പറഞ്ഞ് വിശദീകരിച്ചു കൊടുത്ത ഇവരുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞ ആശയ. എന്നാൽ ചില ആളുകൾ ഇപ്പം തെറ്റിദ്ധരിപ്പിക്കാതെ വിചാരിച്ച് കൊണ്ടുവന്നതാ. ആ ബോധി വേണ്ട മക്കളെ എന്നാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്.